അഡ്വക്കേറ്റ് രഞ്ജിത്ത്, ആ കുടുംബത്തിലെ അംഗങ്ങളുടെ ഈ മരിച്ചുപോയ ആളുടെ രണ്ട് മക്കളുടെയും മരിച്ചുപോയ ആളുടെ ഭാര്യയുടെയും പ്രതികരണങ്ങൾ ആവർത്തിച്ച് ടെലിവിഷൻ ചാനലിൽ വരുമ്പോൾ അത് കാണുന്ന ആളുകൾക്ക് തോന്നുക, എനിക്ക് തോന്നിയത് അതിതീവ്രമായ വിശ്വാസത്തിൻ്റെ ഒരു ഹാലൂസിനേഷൻ എന്നുള്ളതാണ്. സാധാരണ മനുഷ്യർ ചിന്തിക്കുന്നത് പോലെയല്ല, വേറെ ഒരു ലോകത്ത് നിന്നാണ് അവർ സംസാരിക്കുന്നത്. പക്ഷേ നിയമമാണല്ലോ. അസ്വാഭാവിക മരണം എന്ന സംശയം വന്നു, എന്ന പരാതി വന്നു. അവിടെ നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ജില്ലാ ഭരണകൂടം തയ്യാറെടുത്ത് പോലീസ് സന്നാഹത്തോടു കൂടി അവിടെ വരുമ്പോൾ അതിനെ ആൾക്കൂട്ടത്തെ ഉപയോഗിച്ച് തടയുക എന്നുള്ളത് എന്ത് മര്യാദയാണ്? അങ്ങനെ ഒരു നിയമരാഹിത്യം ലോ ആൻഡ് ഓർഡർ ഉള്ള ഒരു രാജ്യത്ത് പറ്റുമോ? അല്ല, ഇവിടെ ആരും തന്നെ നിയമത്തിനെ കയ്യിലെടുക്കുന്ന ഒരു പ്രവൃത്തിയും ആരും തന്നെ ചെയ്തിട്ടില്ല. നേരത്തെ എനിക്ക് മുൻപ് ഈ പാനലിലുണ്ടായിരുന്ന അദ്ദേഹം പറഞ്ഞ അതേ കാര്യം തന്നെയാണ് എനിക്കും പറയുന്നത്. വെൻ ദ കേസ് ഈസ് ഓഫ് നേച്ചർ റെഫേർഡ് ഇൻ ക്ലാസ് 1 of subsection 3 of section 194, the nearest magistrate empowered to hold inquest shall in another case section any magistrate so empowered may hold an inquiry into the cause of death either instead of in addition to the investigation held by the police officer. 196(4) whenever such a magistrate considers it expedient to make an examination of the dead body of any person who has been already interred in order to discover the cause of his death, the magistrate may cause the body to be disinterred and examined. ഇവിടെ ഇൻവെസ്റ്റിഗേഷന് ഒരു മജിസ്റ്റീരിയൽ തലത്തിൽ എല്ലാ പവറും കൊടുക്കുന്നുണ്ട്. ഇവിടെ ആ കാസ് ഓഫ് ഡെത്തിനെ കുറിച്ച് RDO ഒരു അന്വേഷണം നടത്തണം. ഇവിടെ വെസ്റ്റഡ് പാർട്ടികൾ ആരാണ്? ഈ RDO അവിടെ വന്നിട്ട്, ബഹുമാനപ്പെട്ട RDO അവിടെ വന്നിട്ട് കുടുംബത്തിലെ ഒരൊറ്റ വ്യക്തിയോടും ഒരു വാക്കുപോലും ചോദിച്ചില്ല. ഇന്നലത്തെ ദിവസം RDO ഒരു 11 മണിക്ക് വരുന്നു, ഒരു 11:30 മണിയോടുകൂടി വരുന്നു. അദ്ദേഹം നേരെ പോയിരിക്കുന്നത് ഈ സമാധി സ്ഥലത്തേക്കാണ്. അദ്ദേഹം നേരെ പോയി സമാധി സ്ഥലത്തേക്ക് പോയിട്ട് ഇതിൻ്റെ ബാക്കി സമാധി പുറത്തെടുക്കുന്നതിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോവുകയാണ് പോലീസുമായിട്ട്. ഞങ്ങൾ പറഞ്ഞ എന്താ, ബഹുമാനപ്പെട്ട ഫസ്റ്റ് പാനലിസ്റ്റായിട്ടുള്ള ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ അടക്കമുള്ള ഞങ്ങളെല്ലാവരും പറഞ്ഞത്, ഇവിടെ അഫക്റ്റഡ് പാർട്ടി ആയിട്ടുള്ള 2-3 പേരുണ്ട് സാർ. അവര് ഒരു 2-3 മനുഷ്യരാണ്. കേൾക്കണം, അവര് കൾപ്രിറ്റാണോ എന്നൊക്കെ അന്വേഷണം നടന്നാലല്ലേ അറിയാൻ പറ്റൂ. ആ അന്വേഷണത്തെ തടയുന്ന പ്രക്രിയയാണ് അവിടെ നടന്നത്. ഞാൻ ഈ ദൃശ്യങ്ങളൊക്കെ തത്സമയം കണ്ടതാണ്. താങ്കൾ ഈ പറയുന്ന മുഹൂർത്തം എന്ന് പറയുന്നത് ശരിയാണ്. RDO അവിടേക്ക് വരുന്നു. എന്താണ് സംഭവിക്കുന്നത്? ആ കല്ലറയിലേക്ക് പോയി കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. എന്റെ മൃത്യു, എന്നെ മരണം, അത് നടന്നാൽ മാത്രമേ ഇത് തൊടാൻ സമ്മതിക്കൂ എന്ന് പറയാണ്. ഇതാണോ അഫക്റ്റഡ് പാർട്ടി ചെയ്യുന്ന കാര്യം? എന്താണ് ആ കല്ലറ തുറന്നാൽ, ഒരു മൃതദേഹം ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ ഈ സംശയങ്ങൾ ദൂരീകരിക്കപ്പെടുമെങ്കിൽ അത് ആ കുടുംബത്തിന് നല്ലതല്ലേ? ഇല്ലെങ്കിൽ അച്ഛനെ കൊന്നവർ എന്ന പേര് പേറി അവർ ജീവിക്കണ്ടേ? എനി മജിസ്ട്രേറ്റ് 196 പറയണ എന്താ? എനി മജിസ്ട്രേറ്റ് സോ എംപവേർഡ് മേ ഹോൾഡ് ആൻ ഇൻക്വയറി ഇൻടു ദ കാസ് ഓഫ് ഡെത്ത്. അങ്ങനെയാ കാസ് ഓഫ് ഡെത്തിന്റെ ഒരു ഇൻക്വയറി നടത്തണമെന്ന്. അങ്ങനെ ഒരു സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ഇൻക്വയറി നടത്തുകയാണെങ്കിൽ അത് ആദ്യം നടത്തേണ്ടത് ഈ കുടുംബത്തിലെ അംഗങ്ങളോട് ചോദിക്കണ്ടേ? മൃതദേഹത്തിന്റെ ശാസ്ത്രീയ പരിശോധനയല്ലേ എങ്ങനെ മരണം സംഭവിച്ചു? സ്വാഭാവികമായിട്ടുള്ള മരണമാണോ, അതോ ഒരു എന്താ പറയാ കൊലപാതകമാണോ സ്വാഭാവിക മരണമാണോ? ഇത് അറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൃതദേഹത്തിന്റെ ശാസ്ത്രീയ പരിശോധനയാണ്. അത് തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയും തോറും മൃതദേഹം ജീർണിക്കില്ലേ? മൃതദേഹത്തിന് മനുഷ്യ ശരീരമല്ലേ, അത് ഡികേക്ക് വിധേയമാകും. അപ്പോൾ അത് പരമാവധി അങ്ങനെ പോട്ടെ, ഈ ശരീരം അഴുകട്ടെ, പരിശോധന താമസിക്കട്ടെ എന്ന സമീപനം സ്വീകരിക്കുകയാണ്. അവിടെ വീട്ടുകാരോട് പോയി ചോദിച്ചാൽ മജിസ്ട്രേറ്റിന് കാര്യങ്ങൾ അറിയാൻ പറ്റുമോ? ഇതിൽ പ്രാഥമികമായി ചെയ്യേണ്ട കാര്യം മൃതദേഹത്തിന്റെ പരിശോധനയാണ്. ആ മൃതദേഹത്തിന്റെ പരിശോധന അനുവദിക്കപ്പെടുന്നില്ല. അവിടെ ആൾക്കൂട്ടം ഉണ്ടാവുകയാണ്, അവിടെ ഹിന്ദു ഐക്യവേദി ഉണ്ടാവുകയാണ്, അവിടെ VSDP ഉണ്ടാവുകയാണ്, അവിടെ കുടുംബം ആ കല്ലറയിൽ കെട്ടിപ്പിടിച്ച് ഒരു തരത്തിലും ഞങ്ങളെ കൊല്ലാതെ ഇതിൽ തൊടാൻ അനുവദിക്കില്ല എന്ന് പറയുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ചോദിച്ചത്, ഇത് നിയമവാഴ്ചയുള്ള ഒരു രാജ്യമല്ലേ എന്ന്. ശ്രീ അഭിലാഷ് മോഹൻ, അങ്ങ് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഏതൊക്കെ ബയസ്ഡ് ആയിട്ട് ശ്രീ വിശ്വംഭരൻ എന്ന് പറയുന്ന വ്യക്തി അങ്ങ് ആദ്യം പറഞ്ഞു ബന്ധുവാണെന്ന്. അദ്ദേഹം ബന്ധുവൊന്നുമല്ല. അദ്ദേഹത്തിന് മരണപ്പെട്ടു പോയ ഗോപൻ സ്വാമികൾ ജീവിച്ചിരുന്ന സമയത്ത് പോലും അദ്ദേഹത്തിന് യാതൊരു വിധമായിട്ടുള്ള സ്വസ്ഥതയും നൽകിയിട്ടില്ല.
അങ്ങനെ സ്വസ്ഥത നൽകാത്തൊരു വ്യക്തി പറഞ്ഞ ഒരു കംപ്ലൈന്റ് ആണ് ഇതിലെ പോലീസ് FIR എടുത്തിരിക്കുന്നത്. അങ്ങനെ FIR എടുത്തിരിക്കുന്നതിന് മേൽ നടത്തുന്ന ഒരു അന്വേഷണം, ആ അന്വേഷണത്തിൽ ആദ്യം വന്ന് ചോദിക്കേണ്ടത് ബഹുമാനപ്പെട്ട RDO ആദ്യം വന്ന് ചോദിക്കേണ്ടത് സമാധിയായിട്ടുള്ള ഗോപൻ സ്വാമികളുടെ ഭാര്യയുടെ മൊഴിയാ. അതിനുശേഷം വന്ന് രേഖപ്പെടുത്തേണ്ടത് ഈ 2 മക്കളുടെ മൊഴിയാ. ഇന്നലെ എന്തുകൊണ്ട് സാർ എന്തുകൊണ്ട് അവരോട് ചോദിച്ചില്ല? അങ്ങ് എന്തുകൊണ്ട് RDO എന്തുകൊണ്ട് അവരോട് ഈ കാര്യം അറിയിച്ചില്ല, അവരോട് ചോദിച്ചില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഞാനൊന്ന് പറഞ്ഞോട്ടെ ശ്രീ അഭിലാഷ് മോഹൻ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. പരിശോധന തടഞ്ഞത് എനിക്ക് മനസ്സിലാവാത്ത കാര്യം ഒന്ന്, ഈ ഗോപൻ സ്വാമിയുടെ മകൻ മരണത്തെക്കുറിച്ച് കാര്യത്തിൽ തന്നെ എന്തുകൊണ്ട് ഒരു പിതാവ് മരണപ്പെട്ടു പോയാൽ പിതാവ് സമാധിയായാൽ അവിടെ ഏറ്റവും ആദ്യം ആദ്യത്തെ അഫക്റ്റഡ് പേഴ്സൺ ആയിട്ടുള്ളത് മക്കളും അമ്മയുമാണ്. അവരോട് എന്തുകൊണ്ട് ചോദിച്ചില്ല? അവർക്കൊരു അറിയിപ്പ് നൽകിയില്ല. എന്താണ് ഈ സംഭവത്തിനെ കുറിച്ച് എന്തുകൊണ്ട് അവരോട് അഭിപ്രായം തേടിയില്ല എന്നുള്ളതാണ് പ്രൈമറി കൺസേൺ. ഞാനത് പറഞ്ഞോട്ടെ, സമാധി എന്ന് പറയുന്നത് അത് വലുതും ചെറുതുമായിട്ടുള്ള സമാധിയുണ്ട്. ഇദ്ദേഹം തെരഞ്ഞെടുത്ത ദിവസം സ്വർഗവാതിൽ ഏകാദശി ദിവസമാണ്. അത് അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരമുള്ള സമാധിയായിരുന്നു. ആ സ്വർഗവാതിൽ ഏകാദശി ദിവസമാണ് സമാധിയായത്. അത് അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരമുള്ളതാണ്. അതിനോടനുബന്ധിച്ചുള്ള പൂജാവിധികളൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ മകൻ നടത്തുന്നുണ്ട്. മരിക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. പറഞ്ഞോട്ടെ, ചോദ്യങ്ങൾക്ക് ഉത്തരം പറയും. മറുപടി പറയാം. സ്വർഗവാതിൽ ഏകാദശി ദിവസം മരിക്കണം എന്ന്, സ്വർഗവാതിൽ ഏകാദശി ദിവസം മരിക്കണം എന്ന് മരിച്ച വ്യക്തി ആഗ്രഹിച്ചു എന്നുള്ളതാണല്ലോ താങ്കളുടെ പോയിന്റ്. ഓക്കെ, ആ സ്വർഗവാതിൽ ഏകാദശി ദിവസം അദ്ദേഹത്തിന്റെ സ്വാഭാവിക മരണം സംഭവിച്ചോ, അതോ അദ്ദേഹത്തിന്റെ ആഗ്രഹം നടത്താൻ വേണ്ടി മക്കൾ ഈ ഒരു കുഴിയിൽ വെച്ച് അത് സ്ലാബ് വെച്ച് മൂടിയോ? പറയൂ, താങ്കൾ പറയൂ. സ്വർഗവാതിൽ ഏകാദശി ദിവസം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. അദ്ദേഹം സ്വർഗവാതിൽ ഏകാദശി ദിവസം അദ്ദേഹം സമാധിയായി. അതിന്റെ സമാധി കർമ്മങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ മകനാണ് നടത്തിയത്. അതിനുശേഷം മകന് ഈ സമാധി അതിനെ തടസ്സപ്പെടുത്തരുത് എന്നുള്ളൊരു അപേക്ഷ മാത്രമേ നമ്മൾ വയ്ക്കുന്നുള്ളൂ. അതിനെ തടസ്സപ്പെടുത്തരുത് എന്നുള്ളൊരു അപേക്ഷ മാത്രമേ വയ്ക്കുന്നുള്ളൂ. അദ്ദേഹം പറഞ്ഞത്, മകൻ പറഞ്ഞത് അച്ഛൻ സമാധിയായി വരുന്ന വ്യക്തികളൊക്കെ തന്നെ മകനോട് ചോദിക്കുന്നുണ്ട്, ഈ മരണം നടന്നോ എന്നതിനെ സംബന്ധിച്ച് ഡോക്ടർ വന്ന് ഉറപ്പുവരുത്തണ്ടേ? അപ്പൊ അദ്ദേഹം പറയുന്നത് ഇല്ല, ഡോക്ടർ വന്നു കഴിഞ്ഞാൽ ഡോക്ടർ തൊട്ടാൽ അശുദ്ധമാകും. അപ്പോ മരണം നടന്നു എന്ന് ആരെങ്കിലും, ഇപ്പൊ മരണം നടന്നാൽ മരിച്ചു എന്ന ആളുകളൊക്കെ വന്ന് കണ്ടിട്ടുണ്ടോ? ഇല്ല, അത് പറ്റില്ല. അപ്പോഴും ഈ പറഞ്ഞ അശുദ്ധിയുടെ പ്രശ്നമുണ്ട്. അദ്ദേഹം എങ്ങനെ മരിച്ചു എന്നതിന് ഈ മക്കളും ഭാര്യയും മാത്രമാണ് സാക്ഷികൾ. പുറത്തുള്ള ഒരാൾക്കും അറിയില്ല. ഇത് സ്വാഭാവിക മരണമല്ല എന്ന് നമുക്ക് തോന്നാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിന് ഈ മക്കളുടെ വാക്കുകൾ മാത്രം മതി. അവർ പറയുന്നു അച്ഛൻ കുണ്ടലിനിയെ ഉണർത്തി, പിന്നെ ബ്രഹ്മമുഹൂർത്തത്തിൽ ബ്രഹ്മത്തിൽ വിലയം പ്രാപിച്ചു എന്നൊക്കെ. നമ്മൾ സ്വാഭാവികമായി മനുഷ്യർ എങ്ങനെയാണ് മരിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ശാസ്ത്രബോധമുള്ള ആളുകളാണ്. മരണം എങ്ങനെയാണ് മനുഷ്യർക്ക് സംഭവിക്കുന്നത് എന്നറിയാം. ഇപ്പൊ സ്വർഗവാതിൽ ഏകാദശി ദിവസം നടന്ന കൊലപാതകമാണ് ഇത് എങ്കിൽ അതിപ്പോ അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം തന്നെ ആണോ അല്ലയോ എന്നുള്ളത് വേറെ വിഷയം. അത് അന്വേഷിക്കപ്പെടണ്ടേ സാറേ? ഇത് നാട്ടുകാർ ഒരു മോബ് വന്ന് തടഞ്ഞ് ഞങ്ങൾ നടത്തിക്കൊള്ളാമെന്ന് പറയുകയാണോ വേണ്ടത്? ഞാനൊന്ന് പറഞ്ഞോട്ടെ സാറേ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു മെറ്റീരിയൽ ഫാക്ട് ആരെങ്കിലും സപ്രസ് ചെയ്തോ? ഒരു മെറ്റീരിയൽ ഫാക്റ്റും ആരും സപ്രസ് ചെയ്തിട്ടില്ല. മക്കൾ തന്നെയാണ് പറഞ്ഞത്, മക്കൾ തന്നെയാണ് പോസ്റ്റർ എഴുതി ഒട്ടിച്ചത്. പോസ്റ്റർ എഴുതിയ മക്കൾ തന്നെയാണ്, അതുകൊണ്ടാണല്ലോ സംശയം വന്നത്. ഒട്ടിച്ചത് മക്കൾ തന്നെയാണ്. ഒരു മനുഷ്യനും സമാധിയായി എന്ന് പോസ്റ്റർ എഴുതി ഒട്ടിച്ചത് മക്കൾ തന്നെയാണ്. അവർ തന്നെയാണ് പുറം ലോകത്തിനോട് ഈ സമാധിയുടെ വിവരം പറഞ്ഞത്. അവർ ഒന്നും സപ്രസ് ചെയ്യാൻ വേണ്ടിയില്ല.
അല്ല, അവർക്കൊന്നും സപ്രസ് ചെയ്യാനില്ലെങ്കിൽ മൃതദേഹത്തിന്റെ പരിശോധന അനുവദിച്ചാൽ നിയമത്തിന്റെ ബേസിക് നിയമത്തിനും അന്വേഷണത്തിനും വഴങ്ങിയാൽ പോരെ അഡ്വക്കേറ്റ് ബേസിക് ആയിട്ടുള്ള തത്വമാണ്. അയാൾക്കൊരു ഇന്റൻഷൻ വേണം. താങ്കൾ ഭരണഘടന പഠിച്ച് അഭിഭാഷകനായ ആളാണല്ലോ, സന്നദ്ധ അഭിഭാഷകനല്ലേ? ശരി, അവർക്ക് ഒളിക്കാനൊന്നും ഇല്ലെങ്കിൽ അന്വേഷണത്തിന് വഴങ്ങിയാൽ പോരെ, അവർക്ക് പരിശോധനയോട് സഹകരിച്ചാൽ പോരെ. എന്റെ ജീവൻ സമർപ്പിച്ചാലും ഇത് അനുവദിക്കില്ല എന്ന് പറയേണ്ട കാര്യമുണ്ടോ? അവർക്ക് മറയ്ക്കാനൊന്നുമില്ലെങ്കിൽ അവർക്ക് അന്വേഷണത്തിന് വിധേയമാകാം, അന്വേഷണത്തോട് സഹകരിക്കാം, ഈ മൃതദേഹ പരിശോധനയോട് സഹകരിക്കാം. ഇതൊന്നും ചെയ്യുന്നില്ല. ഒരു കാരണവശാലും അവിടേക്ക് അടുപ്പിക്കില്ല എന്ന വാശി പിടിക്കുകയാണ്. മറയ്ക്കാനുള്ളവർക്കും ഒളിക്കാനുള്ളവർക്കുമാണല്ലോ അങ്ങനെ ചെയ്യേണ്ട ആവശ്യം. ഇല്ലെങ്കിൽ ധീരമായി പരിശോധന നേരിടട്ടെ. ശരി, അയൽവാസിക്ക് ഇയാളോട് കുശുമ്പുണ്ടെന്ന് വിചാരിക്കുക, എന്തായാലും ഒരു പരാതി ഉണ്ടല്ലോ, ആ പരാതി അന്വേഷിക്കുകയാണല്ലോ, ആ പരാതിയോട് എങ്ങനെ ശരിയാവും? അവരാരെയും ഒന്നും ചെയ്യുന്നില്ല. അച്ഛന്റെ ആഗ്രഹം, പിതാവിന്റെ ആഗ്രഹം സമാധിയാകണമെന്നുള്ള ആഗ്രഹപ്രകാരം അദ്ദേഹം സമാധിയായി. അതിനുശേഷമുള്ള പൂജാവിധികൾ നടപ്പിലാക്കാൻ കൊടുക്കണമെന്നുള്ള അപേക്ഷ എനിക്ക് നാളെ സമാധിയാവണമെന്ന് ഞാൻ ആഗ്രഹിച്ച സമാധിയാവുമേ ഉള്ളൂ. തന്റെ പൂർവികരായിട്ടുള്ള ഗുരുക്കന്മാര് സമാധിയായിട്ടില്ലേ? ആദ്യമായിട്ടാണോ ഒരു സമാധി ഉണ്ടാകുന്നത്? ശ്രീ അഭിലാഷ് മോഹൻ, ആദ്യമായിട്ടാണോ ഒരു സമാധി ഉണ്ടാകുന്നത്? ഈ സമാധി എങ്ങനെ ഉണ്ടായെന്ന് പറയും. ഒരാൾ വിചാരിക്കുകയാണ് ഞാൻ ഇന്ന് സമാധി ആയി കളയാം എന്ന് വിചാരിച്ചിട്ട് അയാൾ അങ്ങ് സമാധിയാവുകയാണോ? എന്താണ് നേരത്തെ പറഞ്ഞത്? ബ്രഹ്മത്തിൽ വിലയം കൊള്ളാൻ പറ്റുമോ മനുഷ്യന്മാർക്ക്? സത്യസായി ബാബ സമാധിയായില്ലേ? സത്യസായി ബാബ സമാധിയായില്ലേ? അതുപോലെ എത്രയോ ഗുരുക്കന്മാർ സമാധിയായിട്ടുണ്ട്. സന്യാസിമാരും മതനേതാക്കളും ഒക്കെ മരിക്കുമ്പോൾ സമാധിയായി എന്ന് ഭാഷയിൽ സമാധിയായാൽ തീപ്പെട്ടു എന്ന് പറയും, ബിഷപ്പുമാരും ചെയ്തു എന്ന് പറയും. അതൊക്കെ ഭാഷാ പ്രയോഗം. അത് ഈ പറഞ്ഞ മഹാന്മാരായ ആളുകൾ, ഈ പറഞ്ഞ ആധ്യാത്മിക നേതാക്കൾ അന്തരിക്കുമ്പോൾ അവർക്ക് പ്രാണൻ നഷ്ടമാകുമ്പോൾ ആ മരണത്തെ വിശേഷിപ്പിക്കാൻ വേണ്ടി സമാധിയായി എന്ന് പറയും. അതല്ലാതെ കാര്യമല്ലേ? കിടപ്പ് രോഗിയായ ഒരു മനുഷ്യനെ കൊന്നതാണോ അല്ലയോ? അതാണ് ഇവിടുത്തെ പ്രശ്നം. ഞാൻ ഇന്ന് രാവിലെ കണ്ടതാണ്, വൈകുന്നേരം ആയപ്പോഴത്തേക്ക് സമാധിയായി എന്ന് പറഞ്ഞ് ഫ്ലെക്സ് വെച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ പരാതി കൊടുക്കാം. അന്വേഷിക്കാൻ വരുമ്പോ തടയാണോ വേണ്ടത്? അടുത്ത കാലത്ത് അദ്ദേഹം മസ്റ്ററിംഗിന് അടക്കം പോയിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് അദ്ദേഹം മസ്റ്ററിംഗിന് അടക്കം പോയിട്ടുണ്ട്. ഞങ്ങൾ പറയുന്ന ഇത്ര കുടുംബത്തിന്റെ ഭാഗം കൂടെ കേൾക്കണം. RDO ഒരു മജിസ്റ്റീരിയൽ പവർ ഉള്ള വ്യക്തി കുടുംബത്തിന്റെ ഭാഗം കൂടെ കേൾക്കണം. അത് ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള വസ്തുതർക്കം മക്കൾ തമ്മിലുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള ഗാർഹിക പീഡന പരാതി അദ്ദേഹവും ഭാര്യയും തമ്മിലുണ്ടോ? ഇതിനകത്ത് ആർക്കാണ് വെസ്റ്റഡ് ഇൻട്രസ്റ്റ്? കംപ്ലൈന്റിനാണ്. ഈ കേസിലെ കംപ്ലൈന്റിനാണ്. നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷൻ ക്രൈം 80/2025 നമ്പർ FIR-ലെ ആരാണോ പരാതിക്കാരൻ, ആ പരാതിക്കാരനാണ് ഒരാളുടെ ജീവൻ അപായപ്പെടുന്ന തരത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നതിനെ വിശ്വാസമായി കാണാൻ പറ്റില്ല. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് പറ്റില്ല. അവിടെ